ഇത് സ്ഥലം കൊട്ടാരക്കര. കൊട്ടാരക്കരയിൽ നിന്നൊരു 6 കിലോമീറ്റർ ഉള്ളോട്ട് വരണം. ഇഞ്ചക്കാടെന്ന് പറയുന്ന സ്ഥലത്തായി പാറയുള്ളത്. ഈ പാറ വന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരിക്കലും പറ്റാത്തൊരു കുളമുണ്ട്. ആ കുളം ഒന്ന് കാണാനായിട്ടാണ്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള പാറയായിരിക്കും. നമുക്ക് ഈ പാറയുടെ മണ്ടയ്ക്ക് എറിയുന്ന കൊട്ടാരക്കര ഫുള്ള് കാണാൻ കഴിയും. ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്യുക കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ക്യാമറയും പിടിച്ച് നല്ല കയറ്റമാണ്. അപ്പോൾ സംസാരിച്ചുകൊണ്ട് കയറാൻ പറ്റത്തില്ല, കിതയ്ക്കും. അതിനെനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു മടി കൊണ്ട് നമ്മുടെ സുഹൃത്തിനെ കൊണ്ടാവുന്നത്. അങ്ങോട്ട് പോകുന്ന വഴി കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ അവനെ കൊണ്ട് വന്നു. അവനാണെങ്കിൽ ഓടി കയറി ഒറ്റ പോക്കങ്ങ് പോയി. ഇച്ചിരി പാടാ അവിടെ കയറുന്നത് കേട്ടോ. വണ്ടി തോണ്ട താഴെ കിടപ്പുണ്ട്. ഇത്രയും ദൂരെ കയറിയിട്ടുള്ളൂ, ഒരു പാതി ആയിട്ടുള്ളൂ. ഇനി നമ്മൾ നടന്ന് നമ്മൾ ചങ്ക് തോണ്ട ഓടിപ്പോന്നു. ഈ പാറ ഇവിടെ ഇതിൻ്റെ മണ്ടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള കാഴ്ചകളൊന്നുമില്ല കേട്ടോ. ഇവിടെ കയറി ജസ്റ്റ് ഒന്ന് കണ്ട്, പിന്നെ വൃശ്ചിക മാസം ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല മഞ്ഞ, നല്ല വ്യൂ അതിൻ്റെ മണ്ടയ്ക്ക് നിന്ന് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. അത്രയേ ഉള്ളൂ. ഇങ്ങോട്ട് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെ വളരെ മോശമായിട്ട് കിടക്കുക. അപ്പം എന്തുകൊണ്ട് നടന്ന് ക്ഷീണിച്ചു കേട്ടോ. അവനവിടെ ഇരുന്ന്. ഞാനിവിടെ പുതുക്കി അങ്ങോട്ട് കയറട്ടെ. ഈ മഴ സമയത്തൊന്നും ഇവിടെ ആരും വരാൻ ശ്രമിക്കരുത് കേട്ടോ. മഴ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പാറയിലൊക്കെ വെള്ളം വീണ് തെന്നി കിടക്കുമായിരിക്കും. അപകടങ്ങളുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. മഴയില്ലാത്ത സമയത്തൊക്കെ വന്നാൽ കയറാം. എൻ്റെ ഈ പാറപ്പുറത്തൂടെ ഇങ്ങനെ കയറണം. നല്ല കുത്തനെ കിടക്കുന്ന പാറയായിട്ടാ. മഴ സമയത്ത് കയറിയാൽ വെള്ളം കിടന്ന് തെന്നി താഴെ വീഴും. നമ്മളങ്ങനെ നടന്ന് ഒരു പാറയുടെ മുകളിൽ കയറി. ഇനി ഇതിൻ്റെ അപ്പുറത്തൊരു പാറയും കൂടെ ഉണ്ട്. ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഇവിടെ
വിളക്കൊക്കെ കത്തിക്കും. ഇതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ നമുക്കറിയത്തില്ല, അതുകൊണ്ട് കൂടുതൽ നമ്മൾ പറയുന്നില്ല. അതിനെക്കുറിച്ച് അറിയാത്ത കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് ഇവിടെ വിളക്കൊക്കെ കത്തിക്കും. സാധാരണ അമ്പലങ്ങളിലെ പോലെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വരുന്നവർ വഞ്ചിയിൽ പൈസയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ആ പാറ ഇറങ്ങി നമ്മളിനി അടുത്ത പാറയിലോട്ട് പോകണം. ആ പാറയിലാണ് നമ്മുടെ ഈ കുളമുള്ളത് കേട്ടോ. ഇത് കൊട്ടാരക്കര ഭാഗമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴെക്കൂടെ വണ്ടി പോകുന്നതൊക്കെ കാണാൻ പറ്റും. ഫോണിൻ്റെ ക്ലാരിറ്റി കുറവുകൊണ്ടാണ്, സൂം ചെയ്താൽ കിട്ടാൻ പാടാണ് കേട്ടോ. ഇത്രയും ക്ലാരിറ്റിയൊക്കെ ഉള്ളു ഫോണിൽ. അത് കൊട്ടാരക്കര കോട്ടയം റോഡാണ് കേട്ടോ. അതിലൂടെ വണ്ടി പോകുന്ന കാണാം. ഇനി നമുക്ക് അടുത്ത പാറയിലോട്ട് പോകാം. അപ്പുറത്താണ് നമ്മുടെ ഈ ഒരിക്കലും പറ്റാത്ത കുളമുള്ളത്. ഏത് വേനലായാലും ആ കുളം പറ്റില്ല, എപ്പോഴും വെള്ളം കാണും അവിടെ. ഇവിടെ എപ്പോഴും ആൾക്കാരൊക്കെ വരും. വരുന്നവരെ പേരൊക്കെ എഴുതി വെച്ചേക്കുന്ന പാറപ്പുറത്ത്. ഇവിടെ നിന്ന് താഴോട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ വെയിലായി കഴിഞ്ഞാൽ വലിയ പാടാണ് ഇവിടെ നിൽക്കാൻ. ഇപ്പോൾ ഞാൻ രാവിലെയാണ് വന്നത്, ഒരു 8 മണി ആ സമയത്തൊക്കെ വന്നത്. അന്നേരം അപ്പോഴത്തേക്കിനും നല്ല ചൂടായി. ഇപ്പോൾ ചൂട് സമയമാണല്ലോ. ഇനി ഒരു അമ്പലവും കൂടെ ഉണ്ട് കേട്ടോ. മറ്റേ പാറയിൽ ഒരു അമ്പലമുണ്ട്, ഈ പാറയിൽ ഒരു അമ്പലമുണ്ട്. ഇവിടെ ഒരു കാവ് ഇങ്ങനെ ഇവിടെ വിളക്കൊക്കെ കത്തിക്കുന്ന, ഇവിടെ പൂജാരിയൊക്കെ വരും, ആളൊക്കെ വരുന്ന സ്ഥലമാണ്. വൃശ്ചിക മാസത്തിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം മഞ്ഞായിരിക്കും. ഈ മല മൊത്തം മഞ്ഞ്, നല്ല മഞ്ഞ്, ഇങ്ങനെ കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ് മൂടി കിടക്കുമായിരിക്കും. അതുപോലെ ഭംഗിയാണ്, അന്നേരം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ ചങ്ക് നടന്ന് ക്ഷീണിച്ച് കേട്ടോ, അതുകൊണ്ട് ഇരുന്ന് വിശ്രമിക്കുന്നു. ഇതാണ് നമ്മൾ തേടി വന്ന കുളം. ഈ കുളം അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ. അത്യാവശ്യം ആഴമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആഴമൊന്നുമില്ല, പക്ഷേ ഇത് ഒരിക്കലും പറ്റത്തില്ല. എത്ര വേനലായാലും ഈ കുളം പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മളത് കാണാനായിട്ടാണ് വന്നത്. വന്നപ്പോൾ എല്ലാവരെയും ഒന്ന് കാണിക്കണ്ടേ.